KCL സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ കപ്പും കൊണ്ടേ പോകുമെന്നാണ് കൊച്ചിക്കാർ പറയുന്നത്. കൊച്ചിയുടെ നീലക്കടുവുകൾ അതിനെ തയ്യാറാണ്. നമ്മളുള്ളത് മംഗലപുരം എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഫ്ലഡ് ലൈറ്റിന് കീഴിൽ റൈഫി വിൻസെന്റ് തോമസിന്റെ മേൽനോട്ടത്തിൽ ടീം കഠിന പരിസ്ഥിതി. റൈഫി പിടിച്ചോളൂ. അപ്പോ എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങള്? ഉഷാർ. കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസൺ ഈ ഒരു ടൂർണമെന്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സെക്കൻഡ് സീസണിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അതിഗംഭീരമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം മറ്റൊന്നുമല്ല, സഞ്ജു ഈ സീസൺ കളിക്കുകയാണ്. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു സഞ്ജു ഈ ഒരു ടൂർണമെന്റ് കളിക്കാൻ വരുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു ടൂർണമെന്റിന് വലിയൊരു എക്സ്പോഷർ. കാരണം പ്ലേയേഴ്സിനാണെങ്കിലും നമ്മുടെ ടീമിലാണെങ്കിലും മറ്റ് ടീമുകളിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഒരുപാട് എക്സ്പോഷറാണ് കിട്ടുന്നത്. കാരണം ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു പ്ലെയർ ഒരു IPL ഫ്രാഞ്ചൈസി കുറെ വർഷങ്ങളായിട്ട് ക്യാപ്റ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയൊരു കാര്യമല്ല. കൂടാതെ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മികച്ച ഇന്നിംഗ്സുകൾ കളിക്കുന്നു. അപ്പൊ ഈ സീസൺ തീർച്ചയായിട്ടും ഒരു അതിഗംഭീരമായ KCL സീസൺ ആയിരിക്കുന്നുള്ളതിൽ ഒരു സംശയം. ഞങ്ങൾ നിരാശരാണ്. കാരണം എന്താ, ഈ കാഴ്ചയിൽ നമുക്ക് സഞ്ജുവിനെ കാണാം. സഞ്ജുവിനെ കോച്ച് നിർബന്ധിച്ച് റെസ്റ്റ് കൊടുത്താണോ? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാറ്റിംഗിലാണെങ്കിലും ബാക്കി എല്ലാത്തിലും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസം ഒന്ന് മാനേജ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും മികച്ച രീതിയിലാണ് പ്രിപ്പറേഷനൊക്കെ ഓവറോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്ഷൻ കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ ടീം എല്ലാവരും അസംബിൾ ചെയ്ത് ആ ഒരു സെഷനൊക്കെ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് മികച്ച രീതിയിൽ ആ ഒരു ടീമിന്റെ എൻവയൺമെന്റ് വളരെ അതിഗംഭീരമായിട്ട് മത്സരത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ സഞ്ജു. അതെ. കാരണം അതിലെ ഏറ്റവും ബെസ്റ്റ് പാട്ടെന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ആ ഒരു മാച്ച് പ്രസിഡൻസ് 11 സെക്രട്ടറി 11 നല്ലൊരു മാച്ചായിരുന്നു. കാരണം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ഏറ്റവും ബെസ്റ്റ് അതിൽ വിഷ്ണുവിന്റെ നല്ലൊരു ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് മികച്ച ഇന്നിംഗ്സുകളൊക്കെ വന്നിരുന്നു. സഞ്ജു കംപ്ലീറ്റ് ത്രൂ ഔട്ട് ബാറ്റ് ചെയ്തു. പക്ഷെ എന്റെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രൗഡ്, പ്രത്യേകിച്ച് കാണികൾ സഞ്ജുവിന്റെ പ്രകടനവും ബാറ്റിങ്ങും ആ ഒരു മാച്ച് കാണാനായിട്ടുണ്ടായിരുന്നു. ഏകദേശം രണ്ടാമത്തെ ഇന്നിംഗ്സിന്റെ അവസാനം വരെ എല്ലാവരും കാത്തിരുന്ന് മാച്ച് തീരുന്നവരെ വെയിറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. സഞ്ജു സാംസന്റെ ബ്രദർ ചേട്ടൻ സാലിയാണ് കൊച്ചി ടീമിനെ നയിക്കുന്നത്. അപ്പം ഇതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും കേട്ടോ ഇത്തവണ, അല്ലേ? പിന്നെ ഒരു സംശയവുമില്ല. കാരണം സഞ്ജുവും സലി എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ലോങ് ജേണിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഓർമ്മ വെച്ച പ്രായം തൊട്ട് തന്നെ എനിക്കൊന്ന് വീട്ടിലല്ലേ സലി. കാരണം വീട്ടില് ഒരുപാട് ഈ പറഞ്ഞ പോലെ ബാറ്റിംഗ് ആണെങ്കിലും 1 ടച്ച് ആണെങ്കിലും 6, 4 ഇങ്ങനത്തെ ഒരുപാട് ഗെയിമുകൾ അന്നേ കളിച്ചൊരുമിച്ച് ഇവര് തുടങ്ങിയതാണ്. ഇന്നിവിടെ ഒരു ടീമില് സാംസൺ ബ്രദേഴ്സ് ആ ഒരു ലീഡർഷിപ്പ് റോളിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? അതായത് എത്രമാത്രം എക്സൈറ്റഡ് ആണ്? ഒരുപാട് എക്സൈറ്റഡ് ആണ്. വളരെ 10-12 വർഷം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കളിക്കുന്നതുകൊണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആണ്. സഞ്ജുവിനോട് തന്നെ നമ്മൾ ഈ പേര് സാലി എന്ന് പറയും. ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ വയനാട്ടിൽ പറയുന്നത് ഞങ്ങളെ സാലിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. തുടങ്ങിയത് അവിടെ കളിച്ചു വയനാടാണ് അല്ലെ? കേരളത്തിൽ ഒന്ന് തുടങ്ങിയത് വയനാട്ടിലാണ്. ഈ അടുത്ത് സച്ചിൻ സുരേഷിന്റെ കൂടെ ഒരു സെഞ്ചുറി അടിച്ചു. സച്ചിൻ 300 അടിച്ചു. സാലി ഒരു 148 അടിച്ച് നിൽക്കുമ്പോഴും സച്ചിൻ മറികടന്നത് സാലിയുടെ അല്ല ഒരുമിച്ച് കളി ആ സമയത്ത് സെഞ്ചുറി ആയിരുന്നു. വല്ലാത്തൊരു കോംബോ ആയിരുന്നത്. അപ്പൊ നമുക്കറിയേണ്ടത് സഞ്ജു സാലി കോംബോ ഗ്രൗണ്ടില് എങ്ങനെയായിരിക്കും? ഭയങ്കര കർക്കശക്കാരനായ ക്യാപ്റ്റൻ ആയിരിക്കും? അങ്ങനെ ഒന്നുമില്ല. കാരണം ഈ പറഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണല്ലോ. അപ്പം രണ്ടുപേരും സഞ്ജു ആണെങ്കിലും സലി ആണെങ്കിലും ഒരുമിച്ച് ആ ഒരു ലീഡർഷിപ്പ് റോളിൽ വരുമ്പോൾ ഓൾറെഡി ടീം എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എല്ലാവരും വളരെയധികം പമ്പടപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസും ഒക്കെയാണ് ഇവരിലൂടെ എത്തുന്നത്. മാത്രമല്ല സലി നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് ഒരുപാട് മാച്ചുകൾ ഏജസിന് വേണ്ടി കളിക്കുന്നു. അവരെ ഒരുപാട് ചാമ്പ്യൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഉള്ള അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറാണ്. നമ്മുടെ ടീമിലാണെങ്കിലും കംപ്ലീറ്റ് മറ്റ് ടീമുകളിലാണെങ്കിലും ഈ ടൂർണമെന്റിൽ നിന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇനി മുമ്പോട്ട് വളർന്നു വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് മികച്ച പ്ലേയേഴ്സ് IPLലേക്ക് വന്നിരുന്നു. അപ്പൊ ഇനിയാണെങ്കിലും മുൻപോട്ട് വലിയൊരു പ്ലാറ്റ്ഫോമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് നമ്മളൊക്കെ സഞ്ജുവിനെ എന്താ പറയാ ആരാധനയോടെ നോക്കും. പക്ഷെ സഞ്ജുവിന്റെ വളർച്ച ഇത്ര തൊട്ടടുത്ത് ഇരുന്ന് കണ്ട മറ്റൊരാൾ ഉണ്ടാവില്ല. സാലി, എങ്ങനെയാണ് സഞ്ജു വീട്ടിലായിരുന്നു കുട്ടിക്കാലം തൊട്ടുള്ള സഞ്ജു എങ്ങനെയാണ്? വളരെയധികം കളിയിലോട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആളാണ്. ഉള്ളിൽ കയറി ചെന്ന് കളിക്കുന്ന ആളാണ്. ഇപ്പോഴാണ് ബാറ്റിംഗ് ആയിട്ട് നമുക്ക് അറിയുന്നത്. ബാറ്റിംഗ് വിക്കറ്റ് കീപ്പർ. കൊച്ചിലൊന്നും ബോളിംഗും ചെയ്യുമായിരുന്നു. സ്പിന്നായിരുന്നു. അപ്പോൾ എല്ലാം
ചെയ്യുന്ന കളിയിൽ സാലി ബാറ്റ് ചെയ്യും, സഞ്ജുവാണ് ബാറ്റ് ചെയ്യുന്നത്, കൂടുതൽ ബോൾ കൊടുക്കൂല. ചേട്ടനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കലാണ്. ബാറ്റ് വിട്ട് കൊടുക്കത്തില്ല സഞ്ജു. ചേട്ടനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചോണ്ടിരിക്കും വീട്ടിലാണെങ്കിൽ. അങ്ങനെ തന്നെ. ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ വീട്ടുകാരെ? കാരണം വീട്ടിനകത്ത് ഒക്കെ ക്രിക്കറ്റ് ആയിരിക്കും. വീട്ടുകാർ തന്നെയാണ് കളിപ്പിക്കുന്നത്. ആണോ? നമ്മളൊക്കെ കളിക്കാൻ പോയ സമയത്ത് എന്തിനാടാ കളിക്കാൻ പോകുന്നതാണ് വീട്ടിൽ ചോദിച്ചിരുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വളരെ കാര്യമായിട്ട് ചോദിക്കുകയാണ്. അതായത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു താരത്തിന്റെ വളർച്ച, ഞാൻ ഈ പറഞ്ഞ പോലെ സാലി പോലും പ്രചോദനമാവും സഞ്ജുവിന്. കാരണം ഒപ്പം ഉണ്ടാവുക, കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാളുണ്ടാവും, കൈപിടിച്ച് കളിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ സഹോദരൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. അല്ല ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടോ, വൈബ് കിട്ടുമല്ലോ. ആ ഒരു സഞ്ജുവിന്റെ ഒരു ടാലന്റ് കാണുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും ഒരു ലെവലെത്തും, ഒരു നിലയിൽ കളിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താ ചേട്ടന്? വളരെ സന്തോഷമാണ്, വളരെയധികം സന്തോഷം. നമ്മൾ കാത്തിരിക്കണേ ഏഷ്യ കപ്പിന്. പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. കാരണം പണ്ട് ഇവര് ചെറുതിലേ തൊട്ട് എനിക്കൊന്ന് വീഞ്ഞെത്തുന്ന നമ്മുടെ സിറ്റിയിലോട്ടൊക്കെ അല്ലേ 2-3 ബസ്സൊക്കെ കയറിയല്ലേ പ്രാക്ടീസിന് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ ചേട്ടൻ കൈപിടിച്ച് വരും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും ഇതൊരു വല്ലാത്ത മൊമെന്റ് ആണ് അല്ലെ ലൈഫിൽ. ഈ എന്താ പറയാ, സഞ്ജു ഒരു ഇന്ത്യൻ ടീമിന്റെ കുപ്പായം അണിയുന്നു, വീണ്ടും തിരികെ സാലിക്കൊപ്പം കളിക്കാനെത്തുന്നു. അത് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സാലി ഒപ്പം ഉണ്ടാകുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അപ്പം എന്തായാലും ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. നമുക്ക് ഇനി ബാക്കി ആസിഫ് ഉണ്ട് അവിടെ. ആസിഫ് കാര്യമായി പ്രാക്ടീസിലാണ്. ഏതാണ്? അത് ഗംഭീരമായിട്ടുണ്ട്. ആസിഫ് നമ്മുടെ തീപ്പൊരി പേസർ. ബാക്കി കോച്ച് അല്ല പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരി പേസർ. ഇനി ആസിഫ് തന്നെ പറയും ബാക്കി. എങ്ങനെയുണ്ട് ആസിഫ് ഇത്തവണ? ഭയങ്കര പ്രിപ്പറേഷൻ. കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചിയല്ല, നമ്മൾ അപ്ഡേറ്റ് ആയോണ്ടിരിക്കാണ്. സെറ്റാണ്, റെഡിയാണ്. തെറ്റാണ്. ഇത്തവണ അപ്പൊ കപ്പ് മറൈൻ ഡ്രൈവ് തന്നെയായിരിക്കും. ഇത്തവണ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളത് ഫുൾ ഔട്ട് പോവാണ്, ത്രൂ ഔട്ട് പോവാണ്. കിട്ടിയാൽ നമ്മൾ എടുത്തോണ്ട് പോകും. ഏതൊരു ടീമിനോട് എന്താ പറയാനുള്ളത്? കാത്തിരുന്നോളൂന്നാണോ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ കളിക്കാൻ വന്നതാണ്. നമ്മൾ നല്ല കളി കളിച്ചിട്ട് പോവാ, അത്രേ ഉള്ളൂ. ആത്യന്തികമായ കപ്പാണ് നമുക്ക്. അതെ, അൾട്ടിമേറ്റ് അതാണല്ലോ. അതെന്തായാലും ആസിഫിനാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് യാത്രയൊക്കെ കറങ്ങി വന്നല്ലേ IPL. അത്രയ്ക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്. എന്നാലും ഒരു IPL താരങ്ങൾക്കൊപ്പം ഒക്കെ വലിയ പരിശീലനമൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ തിരികെയൊക്കെ എത്തിയ ആളാണ്. ഇല്ല, നമുക്ക് എന്താ പറയാ, നമുക്കിപ്പം ഇപ്പൊ നടക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളവിടെ IPL പോയപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മളെ ഇപ്പോൾ കോച്ചസ് ആയാലും നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇവരെല്ലാവരും കളിച്ച ആൾക്കാരാണ്. ഇപ്പോൾ റൈഫി ചേട്ടൻ ഇവരെ കളിച്ച ആൾക്കാരാണ്. അവർക്ക് അറിയാം ഇതിന്റെ ഡെപ്ത് എങ്ങനെയാണ് മെയിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ളത്. അത് നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതിന് എല്ലാവരും ഭയങ്കര ജോഷായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എറിഞ്ഞിടണം കേട്ടോ, ഉഷാറാക്കണം. ഓക്കെ, ഒരു വശത്ത് ഗംഭീര പ്രാക്ടീസ് നടക്കുകയാണ്. ദീപക് സാർ, ഇടയ്ക്കൊന്ന് ഞാനൊന്ന് വിനൂപിന്റെ അടുത്തൊന്ന് പോകുന്നുണ്ട്. ഓക്കെ വിനൂപ്, ആ ക്യാച്ച് എടുത്തിട്ട് ഓക്കെ ക്യാച്ച് എടുത്തിട്ട് അല്ല എന്നാലും ഒരു ക്യാച്ച് എടുത്തിട്ടാക്കാം. വിനൂപ് എങ്ങനെയുണ്ട്? നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ആണല്ലേ? അതെ അതെ അതെ, കപ്പടിക്കില്ലേ? പിന്നെന്താ, തീർച്ചയായും നല്ല അറ്റ്മോസ്ഫിയറാ. കപ്പടിക്കാനുള്ള എല്ലാ സാധനവും കാണുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ്, പോസിറ്റീവ് വൈബ്സാണ്. മാനേജ്മെന്റ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും കപ്പടിക്കുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. എന്തായാലും ഗംഭീരമായിട്ടാണ് വിനൂപിന്റെ ഒരുപാട് ബാറ്റിംഗ് പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ബോളിംഗും ഓൾറൗണ്ടിംഗ് പ്രകടനമാണ്. അപ്പൊ തകർക്കണം കേട്ടാ. കപ്പ് തവണ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്. ഓക്കെ, ദീപക് സാറിനെ കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ എത്ര കേട്ടോ, നമ്മള് ഞെട്ടിച്ച താരമല്ലേ. അപ്പം ദീപക് സാർ ഡയറക്ടറുടെ റോളിലാണ്. എന്നാലും പക്ഷെ ഇവിടെ ആക്ഷൻ കട്ട് വിളിച്ചാൽ മതി. പക്ഷെ അത് മാത്രമല്ല, ആക്ഷനിൽ ഇൻവോൾവ് കട്ടില്ല. എങ്ങനെയുണ്ട് കൊച്ചിയിലെ പിള്ളേര്? ഉഗ്രൻ. നമ്മള് ഓപ്ഷൻ കഴിഞ്ഞ ഉടനെ പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പം അതിന്റെ ഒരു ഓളം കാണാനുണ്ട്. എല്ലാവരും നമ്മൾ നല്ലോണം ജെല്ലായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് സൈഡാണ്. അതോടൊപ്പം കുറച്ച് യൂത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല പ്രതീക്ഷ. ഇപ്പം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറെ കൂടി എല്ലാ ടീമുകളും ടീം ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കാര്യമായി പ്രയത്നിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്ഷനിലൊക്കെ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്തവണ ആ കണക്ക് കൂട്ടിലൂടെ ഉണ്ടായിരുന്നു. അയ്യോ, ഇത്തവണ ഭീകരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സഞ്ജുവിനെ കിട്ടണം. അതൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ സഞ്ജുവിന്
എത്ര കോടി എത്ര ലക്ഷം, ഒരു 25 ലക്ഷം സഞ്ജുവിനാണെങ്കിൽ ബാക്കി അത് വെച്ചിട്ട് ആരെയൊക്കെ കിട്ടും, സഞ്ജുവിന് 26 ആയാൽ ആരെയൊക്കെ കിട്ടും. അങ്ങനെ അങ്ങനെ പല കോമ്പിനേഷൻസ് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് വർക്ക് ചെയ്തിട്ട് സെറ്റായ ഒരു കാര്യമാണ്. ഇതുപോലെ എല്ലാ ടീമുകളും നല്ലോണം മെനക്കെട്ടിട്ടുണ്ട്. നമ്മൾ സ്ക്വാഡ് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഓണത്തെക്കാളും ബെറ്റർ സ്ക്വാഡ്സ് ആണ് ഉണ്ടാവും. സഞ്ജുവാണ് അപ്പൊ നമ്മുടെ വജ്രായുധം. തീർച്ചയായിട്ടും ഏതൊരു ടീമിന് സഞ്ജു ഉണ്ടെങ്കിൽ പിന്നെ പറയണം. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു എനർജി, സഞ്ജു ഉണ്ടാകുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു എനർജി അങ്ങ് വന്നോളൂ. ഓട്ടോമാറ്റിക്കലി വരും. അത് എല്ലാവർക്കും വരും കേട്ടോ. നമുക്ക് നമ്മുടെ ടീമിലോ നമ്മുടെ പിള്ളേർക്കോ മാത്രമല്ല എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കാരണം സഞ്ജുവിനെ പോലെ രാജസ്ഥാൻ റോയൽസിന്റെ ഇത്രയും വർഷമായി ക്യാപ്റ്റൻ ചെയ്ത ഒരാൾ നമ്മളുടെ ഇടയിലേക്ക് വരുമ്പോൾ അതിൽ പരം മോട്ടിവേഷൻ വേറെ ആവശ്യമില്ല. ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ വിശാലമായ ടൂർണമെന്റ് ഇല്ല, ഇത്ര എന്താ പറയാ ടെലിവിഷൻ ചാനലുകളോ ഇത്ര ആഘോഷമോ ഒന്നുമില്ല. ആഘോഷിക്കപ്പെടാതെ പോയ താരങ്ങളാണ് നിങ്ങൾ എല്ലാവരും. യഥാർത്ഥത്തിലൊരു നമ്മുടെ ഇത് കുറെ കൂടി നേരത്തെ വരേണ്ടിയിരുന്നു. ശരിയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ പ്രീവിയസ് ജനറേഷൻ നോക്കിയാൽ നമ്മളെക്കാളും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഞങ്ങളുടെ മുമ്പത്തെ ജനറേഷൻ ആനന്ദേട്ടനൊക്കെ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രിവിലേജഡ് ആണ്. അപ്പോൾ അതിനുശേഷം ഇപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ വരുമ്പോൾ അവർക്ക് കുറച്ച് ബെറ്റർ ഫെസിലിറ്റീസും ബെറ്റർ കാര്യങ്ങളും വരുന്നു. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ജനറേഷൻ ഇനി അടുത്ത ജനറേഷൻ വരുമ്പോഴും ഇതൊക്കെ തന്നെ പറയാനുണ്ടാവുള്ളൂ. IPL ഫ്രാഞ്ചൈസികളുടെ കണ്ണ് ഒരു പരിധിനെ പോലെ അവിടെ ഉണ്ടാവും. എല്ലാ ഫ്രാഞ്ചൈസികളുടെയും കണ്ണുണ്ടാവും, അതിലൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് കഴിഞ്ഞാണ് വിഘ്നേഷ് പുത്തൂർ വന്നപ്പോൾ. അത് മാത്രമല്ല നമ്മൾ ഈ കമന്ററിക്കൊക്കെ പോകുമ്പോൾ ഞാൻ റേഫിയൊക്കെ പലപ്പോഴും ഇരിക്കുമ്പോൾ പല ടീമുകളുടെ സ്കൗട്ട് അവിടെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർ പറയുന്നത് നിങ്ങളുടെ ലീഗ് കഴിഞ്ഞ സീസൺ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഗ്സ് അവരെല്ലാം ടിവിയിൽ കണ്ടിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് അറ്റൻഷൻ ഈ സീസൺ കഴിഞ്ഞേക്കാളും ഉപരി വരും. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. കപ്പം കൂട്ട എത്തവണ എല്ലാ ടീമിനോട് ചോദിച്ചാലും അവരുടെ തട്ടകം വെള്ളം ഞാനും മാറ്റുന്നില്ല, നമ്മുടെ അടുത്ത് തന്നെ. അതെ, കൊച്ചിക്കാണ്. അപ്പം പറഞ്ഞതുപോലെ കൊച്ചിയുടെ നീലക്കടുവകൾ കഠിന പരിശീലനത്തിൽ കപ്പും കൊണ്ടേ പോകും.